ഫ്രണ്ട്സ്, PSC അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് പേപ്പർ 7ാമത്തെ ടെസ്റ്റ് പേപ്പറാണ് പ്രാഥമിക പരീക്ഷയുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രോഗങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഒരു 20 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്ലേഗിന് കാരണം, ബാക്ടീരിയയാണ് പ്ലേഗിന് കാരണം. ആ ബാക്ടീരിയയുടെ പേര് എന്താണ്? പ്ലേഗിന് കാരണമായ ബാക്ടീരിയ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 7ാമത്തെ ടെസ്റ്റ് പേപ്പറാണ്. ഇതിന് മുമ്പുള്ളത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കതിൻ്റെ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്ലേഗിന് കാരണം എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. 3, ടൈഫോയിഡ് ബാധിക്കുന്നത് ഏത് അവയവത്തെ? 4, ഏറ്റവും പഴക്കമേറിയ രോഗം. 4ാമത്തെ ക്വസ്റ്റ്യൻ. 5, രോഗങ്ങളുടെ രാജാവ്. 6, വീൽസ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? വീൽസ് ഡിസീസ്. ഡോട്ട്സ് എന്നത് DOTS, ഡോട്ട്സ് ചികിത്സ ഏത് രോഗത്തിനുള്ളതാണ്? ഡോട്ട്സ് ചികിത്സ ഏത് രോഗത്തിനുള്ളതാണ്? 6 വരെ ചോദിച്ചുള്ളൂ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വിട്ടുപോയി. 7, എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR ടെസ്റ്റ്, നേവ ടെസ്റ്റ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR ടെസ്റ്റ്, നേവ ടെസ്റ്റ് എന്നിവ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡോട്ട്സ് ഏത് രോഗത്തിനുള്ള ചികിത്സയാണ്? ഓക്കെ. 9, ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന പേരെന്താണ്? ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന പേര് എന്താണ്? 9. ക്വസ്റ്റ്യൻ നമ്പർ 9. 10, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ബ്രേക്ക് ബോൺ ഫീവർ. വസൂരിക്കെതിരായ കുത്തിവെപ്പ് കണ്ടുപിടിച്ചത് ആര്? എഴുതിയോ? വസൂരിക്ക് എതിരായ കുത്തിവെപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? കീമോതെറാപ്പിയുടെ പിതാവ്. വസൂരിക്ക് കാരണമായ വൈറസ് പേരെഴുതണം. വസൂരിക്ക് കാരണമായ വൈറസിൻ്റെ പേര്. മന്തിനെതിരെ ഉപയോഗിക്കുന്ന ഗുളിക. മന്തിനെ പ്രതിരോധിക്കുന്ന ഗുളിക ഏതാണ്? മന്തിനെ പ്രതിരോധിക്കുന്ന ഗുളിക ഏത്? സിറോഫ്താൽമിയയ്ക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? സിറോഫ്താൽമിയയ്ക്ക് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? ആ വൈറ്റമിൻ്റെ ശാസ്ത്രനാമവും എഴുതുക. വൈറ്റമിൻ്റെ ശാസ്ത്രനാമം എഴുതുക വേണം. ഏത് വൈറ്റമിനാണ് അതും കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. 16, ബെറിബെറിക്ക് കാരണം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് വൈറ്റമിനാണ് ബെറിബെറിക്ക് കാരണം? അതിൻ്റെ ശാസ്ത്രനാമം. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത്. 17, ചതുപ്പ് രോഗം. 18, എയ്ഡ്സ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതു വർഷം?
എയ്ഡ്സ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെ? ഏത് വർഷം? ഇമ്മ്യൂണോളജിയുടെ പിതാവ് ആരാണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇമ്മ്യൂണോളജിയുടെ പിതാവ് ആരാണ്? 19. ലാസ്റ്റ് ലോക്ക് ജോ രോഗം എന്നറിയപ്പെടുന്നത്, ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത്, ലോക്ക് ജോ ഡിസീസ് എന്ന് അറിയപ്പെടുന്ന രോഗം ഏതാണ്? അപ്പോൾ ഇത്രയാണ് നമ്മുടെ 20 ചോദ്യം എന്ന് പറയുന്നത്. എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് കരുതുന്നു. ഒന്നാമത്തെ ആൻസർ, പ്ലേഗിന് കാരണം എഴ്സീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ. എഴ്സീനിയ പെസ്റ്റിസ്, എർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ. 2 രോഗപഠനം പതോളജി. 3 ടൈഫോയിഡ് ബാധിക്കുന്നത് ചെറുകുടൽ. 4 ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠം. 5 രോഗങ്ങളുടെ രാജാവ് ക്ഷയം. രോഗങ്ങളുടെ രാജാവ് ക്ഷയം. 6 വീൽസ് ഡിസീസ്, എലിപ്പനി. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി. എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR ടെസ്റ്റ്, നേവ ടെസ്റ്റ്, ഇതൊക്കെ എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, PCR, അതുപോലെ തന്നെ നേവ ടെസ്റ്റ്, ഇതൊക്കെ എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. ഡോട്ട്സ് എന്തിനുള്ളതാണ്? ക്ഷയം. ഡോട്ട്സ് ഏത് രോഗത്തിനുള്ള ചികിത്സ? ക്ഷയം. ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളെ സൂപ്പർ ബഗ് എന്ന് വിളിക്കാം. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഡെങ്കിപ്പനി. ബ്രേക്ക് ബോൺ ഫീവർ, ഡെങ്കിപ്പനി. വസൂരിക്കെതിരായ കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചത്? 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഡ്വേർഡ് ജെന്നർ. 12 കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക്. 13 വസൂരിക്ക് കാരണം വാരിയോള വൈറസ്. വസൂരിക്ക് കാരണം വാരിയോള വൈറസ്. 14 മന്തിനെതിരെ ഉപയോഗിക്കുന്ന ഗുളിക ഡെക്ക് അല്ലെങ്കിൽ ഡൈ ഈഥൈൽ കർബാമസിൻ സിട്രേറ്റ്. ഡെക്ക് എന്ന് എഴുതിയാൽ മാർക്ക് തരാവേ. DEC PSCയുടെ പ്രീവിയസ് ആണ് കേട്ടോ. DEC ഡെക്ക് പ്ലസ് ആൽബൻഡസോളും കൂടെ ഉണ്ട്. പക്ഷെ PSC ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, മന്തിനെതിരെയുള്ള ചികിത്സ ഡെക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. DEC ഡൈ ഈഥൈൽ കർബാമസിൻ സിട്രേറ്റ്, അതിൻ്റെ ഫുൾ ഫോമാണ് ഡൈ ഈഥൈൽ കർബാമസിൻ സിട്രേറ്റ് പ്ലസ് ആൽബൻഡസോൾ. ഡൈ ഈഥൈൽ കർബാമസിൻ സിട്രേറ്റ് പ്ലസ് ആൽബൻഡസോൾ. ഡെക്ക് എന്നാണ് PSC ആൻസർ കൊടുത്തിട്ടുള്ളത്. 14 എഴുതിയല്ലോ. 15 സിറോഫ്താൽമിയയ്ക്ക് കാരണം വൈറ്റമിൻ A, അതിൻ്റെ ശാസ്ത്രനാമം റെറ്റിനോൾ. അതും കൂടെ എഴുതിയാൽ മാർക്ക് തരാം. സിറോഫ്താൽമിയയ്ക്ക് കാരണം വൈറ്റമിൻ A, എയുടെ ശാസ്ത്രനാമം റെറ്റിനോൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ബെറിബെറിക്ക് കാരണമായ ജീവകം. ഏത് ജീവകത്തിൻ്റെ കുറവാണ് ബെറിബെറിക്ക് കാരണം? B1. B1ൻ്റെ ശാസ്ത്രനാമം തയാമിൻ. B1 തയാമിൻ. 17 ചതുപ്പ് രോഗം മലേറിയ. 18 എയ്ഡ്സ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈ 1986. എയ്ഡ്സ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് 1986. ഇമ്മ്യൂണോളജിയുടെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. 19. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ലോക്ക് ജോ ഡിസീസ്, ടെറ്റനസ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. വിഷൂചിക എന്നറിയപ്പെടുന്നത് ഏതാ? വിഷൂചിക, കോളറ. ലോക്ക് ജോ ഡിസീസ് ടെറ്റനസ് ആണ്. അപ്പോൾ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. ഓക്കെ, എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എന്ന് നടന്നാലും പരീക്ഷ നടന്നാലും, അതായത് ഫെബ്രുവരി മാസം നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മളിങ്ങനെ വാർത്തകൾ കാണുന്നു. എന്ന് നടക്കുന്നു എന്നുള്ളതല്ല, അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. പുതിയൊരു വീഡിയോയിൽ കാണാം.
നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഒരവസരം നമ്മൾ വിനിയോഗിക്കുക കിട്ടുന്നതിനെ. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്